ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റുകൾ. ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ ഒരു അടിപൊളി സേമിയയും കൊണ്ടൊരു ലഡുവാണ് തയ്യാറാക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ എടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. സോ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സേമിയ ലഡു തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ വറുത്ത വെർമിസെല്ലി, അതായത് നമ്മുടെ വറുത്ത സേമിയ ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ടൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമുക്കിത് അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു 2 കപ്പോളം നമ്മുടെ വെർമിസെല്ലി, വറുത്ത റോസ്റ്റഡ് വെർമിസെല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് മിക്സി ജാറിലോട്ട് ആക്കിയതിന് ശേഷം നമുക്ക് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് നല്ല ഫൈൻ പൗഡറാക്കി നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ഫൈൻ പൗഡറായിട്ട് നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ കടായിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട്സും ബാദാമും ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സ് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസും കൂടെ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. നമ്മുടെ താല്പര്യം അനുസരിച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിതൊന്ന് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. നട്ട്സ് എല്ലാം ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അതേ സെയിം നെയ്യിലോട്ട്, ആ സെയിം കടായിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സേമിയ, നമ്മുടെ വെർമിസെല്ലി പൗഡർ നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആ നെയ്യിലോട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരട്ടെ. ഏകദേശം ഈ ഒരു പരുവത്തിൽ റോസ്റ്റായി കിട്ടും. അതിനുശേഷം നമുക്ക് ഇത് കുറച്ചൊരു പാത്രത്തിലോട്ട്, ഒരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ലഡു ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ഒരു 1/2 കപ്പ് നമുക്കിതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പിൽ അളന്ന് വേണമെങ്കിലും മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഡയറക്റ്റ്ലിയാണ് ഒഴിച്ച് വെച്ചേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ടെക്സ്ചർ ആവുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഈ ഒരു കണ്ടൻസ് മിൽക്കും എല്ലാം യോജിച്ച് വരുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ആ ഒരു സേമിയയുടെ ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. ആ പാലിൽ നിന്ന് ഒരു 1/2 ഗ്ലാസ് പാൽ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലിൻ്റെ അളവ് നമ്മുടെ സേമിയയുടെ ഓരോ ടെക്സ്ചറിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയി ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ആഡ് ഇതുപോലെ ഒന്ന് ചെയ്ത് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു ഏകദേശം 3/4 ഗ്ലാസോളം നമ്മൾ പാല് യൂസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ഏലക്ക പൊടിച്ചത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്ക പൊടി ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബേസ് ഇവിടെ റെഡിയാണ് ലഡുവിൻ്റെ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഏകദേശം ഒരു ലൈറ്റായിട്ട് നമ്മൾ കൈമേ പിടിക്കുന്ന ആ ഒരു പരുവത്തിൽ ചൂട് മാറിയതിന് ശേഷം കൈയുടെ പത്തിലോട്ട് ഇതുപോലെ ഒന്ന് നെയ്യ് പുരട്ടിയതിന് ശേഷം നമുക്ക് ലഡുവിൻ്റെ ആ ഒരു ഷേപ്പിലോട്ട് ഒന്ന് ആക്കിയെടുക്കാം. കുറേശ്ശെ ഇതുപോലെ ആക്കിയതിന് ശേഷം നന്നായിട്ടൊരു ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു നമ്മൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുന്നേ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ബേസിലോട്ട് നമ്മുടെ ഈ ഒരു ലഡു ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതാ നോക്കിക്കോളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു നമ്മുടെ ഇവിടെ ഷേപ്പാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഡിയേഴ്സ്, വളരെ ടേസ്റ്റി നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു നമ്മുടെ സേമിയ കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ലഡു ഇവിടെ റെഡിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് യമ്മി ആയിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ലഡുവാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സേമിയ ലഡു നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റുകൾ ചാനലൊന്ന് ഫോളോ ചെയ്യും, സബ്സ്ക്രൈബും കൂടി ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.